എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 58-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 59-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മായാവികാരം. മായയോടേശുന്നേരം നാമരൂപങ്ങൾ ബ്രഹ്മതേജസ്സിനുണ്ടായിടുമെന്നുടൻ പറഞ്ഞപ്പോൾ തേജോരാശിയാം ലോകനാഥനോടായി ഭക്ത രാജമൗലിയും ചെറു സംശയം ചോദിച്ചുതേ. ദ്വൈതമായ ബ്രഹ്മാണ്ടത്തിലൊന്നുമേ കാണില്ലെന്ന ദൈവവാക്യത്തെ മഹാദൈവമേ ദയാനിധേ കൈതവ വിമുക്തിക്കായി അരുളി ചെയ്യണമേ. വൈഭവം ലഭിച്ച ഇടാനായുള്ളം കൊതിക്കുന്നേൻ. വിദ്വൽമാനസങ്ങളാൽ മായയും സത്തെന്നായും തത്വങ്ങളുരയ്ക്കുമ്പോൾ മായാജിത്താകും ഭവാൻ. അദ്വൈതമെന്ന തത്വം ചൊല്ലുവാൻ ഹേതുക്കളും സത്യനായക മമ ദൈവമേ ചൊല്ലേണമേ. മായയുണ്ടെന്നും പിന്നെ മായയില്ലെന്നും മറ്റും മായയിൽ മുഴുകിയിടും മാനസങ്ങളിലേറെ ഭേദഭാവങ്ങൾ വന്നാൽ വേദവാക്യത്തിൻ ശക്തി സ്ഥായിയായി കുറഞ്ഞു പോവും ധർമ്മഗ്ലാനിയും ഫലം. നിർമ്മലമൂർത്തേ പരബ്രഹ്മമേ ദയാനിധേ നന്മയ്ക്കായി ഭവാൻ ചൊന്ന ബ്രഹ്മത്തിൻ പൊരുളുകൾ വന്മഹാഭാഗ്യത്തിനായി സംഭവിച്ചുതേ നാഥ. നന്മകൾ ഭവിക്കേണമേ മായാമയ. പിന്നെയും ചൊല്ലിയിലയോ ബ്രഹ്മം മായാസമൃതമെന്നും. എങ്ങനെ ഭവിച്ചീ മായ എന്നതും പിന്നെ എങ്ങനെ മായ നിത്യബ്രഹ്മണി ചേർന്നതെന്നതും കൽമഷാപഹ സ്വാമി നന്മയ്ക്കായി അരുൾ ചെയ്യൂ. ത്വത്പാദാംബുജങ്ങളിൽ നിത്യവും മമ ചിത്തം ഭക്തവത്സര കേളി ചെയ്യുവാൻ കനിയേണമേ. പാദഭക്തനാം രാജപുങ്കവോക്തികൾ കേട്ട് മോദമോടരുൾ ചെയ്താൻ ശ്രീഭൂതനാഥൻ ദേവൻ. മന്നോർ കുലമണി നന്നായി നിരൂപിക്കലാകവേ അജ്ഞാനത്താൽ ആവൃതമായിട്ടത്രേ. ലോകജാതന്മാർക്കെന്നും കർമ്മങ്ങൾ ഭവിക്കുന്നു ബ്രഹ്മത്തിനെന്നും ദ്വൈതഹീനമായി അദ്വൈതത്തിൻ നിർമ്മലഭാവങ്ങളെ കാൺമതെന്നുരയ്ക്കുമ്പോൾ സന്മതേ പൂർവാപരവിരുദ്ധ സ്വഭാവങ്ങൾ കൺകളാൽ കാൺമാനാകുമെന്നുടൻ ചൊല്ലുന്നാകിൽ നിർണയിക്കേണം കർമ്മം അജ്ഞാനബദ്ധമെന്നും. വിജ്ഞാനവിഹീനന്മാർ അജ്ഞാനഹേതുക്കളാൽ സുജ്ഞാനമെന്നേ ദ്വൈതഭാവങ്ങൾ ചൊല്ലുന്നെന്നും അന്തമെന്നേ കർമ്മജാലങ്ങൾ നിരന്തരം അജ്ഞാനാവൃതങ്ങളായി സംഭവിച്ചിടുന്നേരം സിന്ധുപോൽ മായാബീജിയേറെയായി തീർന്ന് ബന്ധുപോൽ ബ്രഹ്മോപരി സന്തതം വാണിയിടുമ്പോൾ അന്ധമായി ചൊല്ലാൻ ദ്വൈതഭാവങ്ങൾ ചിലർക്കപ്പോൾ സംഭവിച്ചതോ എന്തെന്നാണെന്നതും അറിഞ്ഞീലേ. കർമാനുവേലങ്ങളായി ബ്രഹ്മണി സംവേശിച്ച് ചെമ്മേ മരീചികയായി ഉടൻ മായാകർമ്മം മിഥ്യാഭിമാനങ്ങളെ വ്യക്തമായി ജനിപ്പിക്കും. തത്വഹീനമാം തത്വമാവുന്നു മായാജാലം. ആകയാൽ മഹാമതേ സത്തിനെ വട്ടം ചുറ്റും ജാലവിദ്യാകാരനായി മായയെ പുതർച്ചൊല്ലും ഓർക്കിലീ മായാജാലം അനാദിയായി വരുന്നാലും തീർത്തു മോചനം നേടാം നരർക്കീ അസത്തിനെ. നേരങ്ങൾ തോറും മേഘജാലങ്ങൾ നഭസിനെ ഏറെയായി മറിച്ചേറിയിടും എന്നാകിലും നേരമൊന്നെത്തിച്ചേരും വായുവിൻ വികാരത്താൽ തോയമായി മേഘജാലം നശിക്കുന്നത് പോലെ മായയ്ക്ക് നാശം ഭവിച്ചിടുന്ന നേരത്തിങ്കൽ ശോഭയാർന്നുടൻ ബ്രഹ്മമേറെയായി പ്രകാശിക്കും. മായകൾ നശ്വരങ്ങൾ ബ്രഹ്മമോ അനശ്വരം. മായാനാഥനാം മമ സ്വാമിതൻ വിലാസങ്ങൾ ദ്വൈതഭാവങ്ങൾ മൂലം മായയും ബ്രഹ്മം താനും വൈഭവം കാട്ടിയിടുമെന്നുള്ളത്തിൽ നിനപ്പവർ കൈതവഹീനം വിചാരിച്ചു കൊള്ളുകിൽ കാണാൻ ദ്വൈതമെന്നേ ഭാവസത്തായി പ്രകാശിക്കും. വൈഭവം തന്നെ ബ്രഹ്മമെന്നത്രേ മഹാമതേ. അദ്വൈതം തന്നെ ബ്രഹ്മം മായാകേളികൾ മൂലം ദ്വൈതമായി തോന്നും കലാജീവന്മാർക്കെല്ലാം വൈഭവത്തോടെ നിജതാതഭക്തനോട് എൻ്റെ ദൈവമാം ശ്രീ അയ്യപ്പൻ നല്ലപോരരുൾ ചെയ്ത ദൈവവാണികൾ ചെമ്മേ വൈഭവമേറ്റിയിടുവാൻ ദൈവവാദങ്ങൾ സദാ മാനസമേറ്റിയിടുന്നേൻ. ബ്രഹ്മത്തെ അദ്വിതീയമെന്ന് വേദങ്ങൾ ഓതുന്നു ബ്രഹ്മാംശമാണത്രേ ജീവന്മാരൊക്കെയും. കാലമെല്ലാത്തിലും ലോകങ്ങൾ തോറുമായി കാണുന്നതൊക്കെയും ബ്രഹ്മമയം വിഭവം. കർത്താവ് ഞാനെന്ന മിഥ്യാഭിമാനത്താൽ താനെന്ന അഹംബുദ്ധി എപ്പോൾ ജനിച്ചിടും നിർണയമായി ജനിക്കുന്നതപ്പോഴേ നിർണയിക്കാമിതായി മായയ്ക്കുറവിടം. നിർണയിച്ചിടുകിൽ ഞാൻ എൻ്റെ ഭാവങ്ങൾ വന്നലച്ചിടും ഭുവി 3 ജാതർക്കും. പിന്നെ ഈ ദുഷ്കൃതമേറും കരുതിൽ മാനവർക്കൊക്കെയും ഭൂപാലരത്നമേ. മായാവൃതമായ അഹംബുദ്ധി തീണ്ടാതെ യാതൊന്നു കാൺകിൽ സ്വാത്വിക ബ്രഹ്മമാം മായയാലർത്ഥം ഗ്രസിച്ചു പോം ബ്രഹ്മത്തെ രാജസ ബ്രഹ്മമെന്നായി നനച്ചിടാം.
മായാവിരചിതമായുള്ള ബ്രഹ്മത്തെ താമസ ബ്രഹ്മെന്നായും പറഞ്ഞിടം. മായാമയാഹരേ ചേതോ വിമോഹന ഭൂതാദി ദൈവമേ പാഹി പാഹി. ശ്രീഭൂതനാഥ ഹരേ സച്ചിന്മയ കേശവനന്ദന പാഹി പാഹി. കേശവസൂനുവായി പാർത്തലത്തിങ്കൽ നീ ആശയായി തീർക്കും വരങ്ങളേകാൻ. ഈശനാം ശ്രീനീലകണ്ഠന്റെ ദാസനാം പാർത്തലനായകൻ ഭൂമീപന് തീർത്ഥമോദം ചെറുബാലനായി പന്തളം പേർത്തു വിശുദ്ധിയായി തീർത്തദേവ. പന്തളാദീശ്വര ഭാര്യകൾക്കീശ്വര വൻകലീനാശന പാഹി പാഹി. വൻപരിതാപേന സന്തതം മാനവർ വെന്തുരുകിടുമ്പോൾ ശാന്തിയേകാൻ വൻപു വർദ്ധിക്കുവാൻ അൻപിനാലെ തിരുമന്ത്രം നവാക്ഷരിയേകിയോനെ. ശംഭോ മഹാദേവ നന്ദന ദൈവമേ ശംഭോ മഹാദേവ തമ്പുരാനെ. ശംഭോ ഹരേ ഹരേ സങ്കടവാരണ സ്വാമിയേ ശരണമയ്യപ്പ ദേവ. താമസഭാവങ്ങളേറ്റം മുഴക്കുമ്പോൾ താപസന്മാർക്കും തപം വരുത്തിയിടുന്ന താമസി രൂപികളെങ്ങും നിറഞ്ഞിടും. ലോകത്ത് ധർമ്മം പരക്കെ കുറഞ്ഞു പോവും. ഇങ്ങനെ സുകൃതം ചെയ്യുന്ന ധർമ്മികൾ മണ്ണിതിൽ പൊണ്ണുകൾ നിത്യം വിതയ്ക്കുമ്പോൾ ഭൂമാതിനേറെയായി ക്ലേശവും ഭാരവും തോരാതെ വന്നിടും നാശവും വന്നുപോകും. ഭൂമാത കേഴുന്ന നേരത്ത് അവതാര രൂപമെടുത്ത് ഞാൻ ഭൂതലെ എത്തിയിടും. മായാപരിവൃഢരായുള്ള താമസർ പേയായി വാഴുന്ന കാലം കലിദാനം തോരാതെ താണ്ഡവം ഏറ്റുന്നതാട്ടുവാൻ ഭാരാതമാൻ അവരെന്നെ ഭുജിച്ചിടും. തീരാത്ത ദുഃഖങ്ങൾ സന്തതമേറുമ്പോൾ ലോകർക്ക് മായയെ വാരണം ചെയ്യുവാൻ പാരാതെ താരക ബ്രഹ്മമായി നിത്യനായി പേരായിരത്തെട്ടുകൊണ്ട് വാഴ്ത്തിയിടുന്ന ശ്രീഭൂതനാഥൻ തുണയ്ക്കുടൻ വന്നിടും. ശ്രീഭൂതനാഥ ജയ ജയ ദൈവമേ. മായാവികാരഭേദങ്ങൾ ക്രമത്താലെ കാലം യുഗചരികൾക്കും ഗുണങ്ങൾക്കും ചാലവേജാക്രിയ സഞ്ചാരമേടും. മായാമയൻ തൻ്റെ ലീലാവിലാസങ്ങൾ ഈ വിധം മായയെ ചൊല്ലുമെന്നാകിലും കേവലം വൈകാര ഭാവമേ മായയ്ക്ക് ചൊല്ലുവാനായുള്ളൂ. അല്ലാതൊരു വല്ല ഈ മായെന്നു ഞാൻ ചൊല്ലുന്നേൻ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.